ഹലോ, ഞാനൊരു പ്രവാസിയാണ്. പ്രവാസി എന്ന് പറഞ്ഞാൽ 90s വന്നൊരു പ്രവാസിയാണ്. സ്വയം പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മലപ്പുറം ജില്ലക്കാരനാണ്. ഇത്രയും കാലമായിട്ട് സൗദി അറേബ്യയിൽ വന്ന് ജീവിക്കുന്ന ഒരു സാധാ പ്രവാസി, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ കാരണം വിചാരിച്ചാൽ, നേപ്പാളിലെ കലഹം, ആഭ്യന്തര കലഹം കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇത് നേപ്പാളിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, ശ്രീലങ്കയിലുണ്ടായി, ബംഗ്ലാദേശിലുണ്ടായി, ഇന്ത്യയിലും 2-3 വട്ടം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അത് കലഹങ്ങളായിരുന്നു, പക്ഷേ ഇങ്ങനെ ഉള്ള ഒരു ട്രാജഡിയാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നു അങ്ങനെ ഒരു സംഭവത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന്. എന്തായാലും ഈ 90s വന്ന ഞാൻ ഇന്ന് 25 എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര കാലത്തിൻ്റെ ഉള്ളിൽ നാട്ടിൽ നടന്ന രാഷ്ട്രീയം നേരിട്ടിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഒന്നിനും പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ എന്തെന്ത് മാറ്റങ്ങൾ വന്നു എന്നുള്ളത് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് മനസ്സിലാവുന്നതിൽ കൂടുതൽ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവുമെന്ന് തോന്നണില്ല. ഞാൻ വരുന്ന കാലത്ത് ഒരു കത്തയച്ചാൽ മറുപടി കിട്ടണമെങ്കിൽ ഒരു മാസത്തോളം എടുക്കുമായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മളുടെ ഉള്ളം കയ്യിൽ തന്നെയാണ്. ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മളെ സുഹൃത്തുക്കളെയോ വീട്ടുകാരെയോ വേണ്ടപ്പെട്ടവരെയൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ എന്ത് സംഗതികളും ലൈവായിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങളും നമ്മൾക്ക് സോഷ്യൽ മീഡിയ പ്രകാരം കാണാനും പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ശരിയും തെറ്റും തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നാട്ടിലേക്കാൾ പ്രവാസികളാണത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗൾഫിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൻ്റെ കാര്യം പറയുകയാണെന്ന് വിചാരിച്ചാൽ വ്യാവസായികമായോ കാർഷികമായോ ഒരു പുരോഗമനം നാട്ടിൽ വന്നിട്ടില്ല. അന്നത്തേക്കാൾ താഴെയാണ് നിൽക്കുന്നത്. പിന്നെ കേരളം എങ്ങനെ മുന്നോട്ട് പോയി എന്ന്, ഉയർച്ചയിലെത്തി എന്നും ഇവിടെ നിന്ന് ഞങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് പ്രവാസികളിൽ നിന്ന് കിട്ടിയ വരുമാനം തന്നെയാണ്. പ്രവാസികൾ മിഡിൽ ഈസ്റ്റിലുള്ളതായാലും യൂറോപ്പിലുള്ളതായാലും അവരുടേതായ ട്രാൻസാക്ഷൻ നമ്മളെ നാട്ടിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വിദ്യാഭ്യാസം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ വരുന്ന കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരെല്ലാം മിഡിൽ ഈസ്റ്റിലേക്ക് വന്നിരുന്നത്. മിഡിൽ ഈസ്റ്റിലേക്ക് വന്നിരുന്ന 90% ആൾക്കാരും അഭ്യസ്തര വിദ്യരാണ്. ഇവിടെ വന്ന് ടെക്നിക്കലായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എക്സ്പീരിയൻസോട് കൂടി വന്നതുകൊണ്ട് ഉയർന്ന നിലയിൽ എത്തിപ്പെട്ട ആൾക്കാരിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ പുരോഗമനത്തിലും മാറ്റങ്ങൾ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്.
രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വ്യക്തികളിലും മാറ്റം കാണുന്നുണ്ട്. പഴയ കാലത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് രാഷ്ട്രത്തിന് വേണ്ടിയോ പൊതുജനങ്ങൾക്ക് വേണ്ടിയോ രാഷ്ട്രീയം ഇല്ല എന്ന് പറയില്ല. പകുതിയിൽ കൂടുതലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് കൂട്ടായ പരിശ്രമമാണ്. നമ്മളുടെ വോട്ട് കൊടുത്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മളെ രാജ്യത്തെയും നമ്മളെ വ്യക്തികളെയും ഉയർത്തിക്കൊണ്ടുവരേണ്ട കടമ അവരിലുള്ളതാണ്. അത് ഇന്ന് രാഷ്ട്രീയത്തെ പറ്റി നോക്കുന്ന സമയത്ത് പ്രവാസി എന്ന രീതിയിൽ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. രാഷ്ട്രബോധത്തോടും പൊതുജനങ്ങളോടുള്ള അവരുടെ ബന്ധം വളരെ കൂടുതൽ നഷ്ടപ്പെട്ടു. ഈ ഒരവസ്ഥയിൽ രാഷ്ട്രീയക്കാരിൽ നിന്നും വരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളും നേപ്പാളിൽ നടന്ന മാതിരിയുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതിരിയാൻ പോകുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. വരാതിരിക്കട്ടെ. ഇതൊരു ചെറിയൊരു പാഠമായിട്ട് നമ്മളെ രാഷ്ട്രീയക്കാർ, നമ്മളെ നേതാക്കന്മാർ എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാസി എന്ന രീതിയിൽ ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയങ്ങൾ നേർവഴിക്ക് പോകുന്ന രാഷ്ട്രീയമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. 90s കയറി വന്ന ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്ത് കുടുംബത്തിന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി അവരെ നല്ല നിലയിൽ എത്തിച്ചു. ഇനി അവരുടെ മക്കൾ വിദ്യാഭ്യാസം എടുക്കുന്ന സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അഭ്യസ്തവിദ്യരായ ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വന്ന് കഷ്ടപ്പെട്ട മാതിരി ഇന്ന് ഞങ്ങളെ മക്കൾ വിദേശ രാജ്യത്ത് വന്ന് കഷ്ടപ്പെടില്ല. അവർക്ക് അതിനുള്ള മനസ്സുമില്ല, അവർക്ക് അതിനുള്ള താല്പര്യമില്ല. ഇനി അവർ വിദ്യാഭ്യാസം ഉള്ള വ്യക്തികളായതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല ജോലിക്ക് കയറി ജീവിക്കും. പക്ഷേ നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി കാണുമ്പോൾ എന്തും സംഭവിക്കാം എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ജനങ്ങളും ഇപ്പോഴത്തെ കുട്ടികളും എല്ലാവരും നമ്മളെ രാഷ്ട്രീയത്തിൽ നിന്ന് നല്ലത് വരാൻ വേണ്ടി ഓരോ ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതികരിക്കണം. നല്ല പ്രവർത്തനങ്ങൾ രാഷ്ട്രീയക്കാർ കാഴ്ചവെക്കണം. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും. നാടിൻ്റെ നന്മയ്ക്കും ജനങ്ങളുടെ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് സോഷ്യൽ മീഡിയ വഴി നമ്മളെ നേതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് മനസ്സിലാവാത്തൊരവസ്ഥ വരുമ്പോഴാണ് മറ്റൊരു രീതിയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാൻ ഇനി വീണ്ടും വരാം.